ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. കണ്ണൂർ കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ടേസ്റ്റി ആയിട്ടുള്ള മനാലി ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. എറണാകുളം ജില്ലയിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് മനാലി ബിരിയാണി. നമ്മൾ കണ്ണൂരുകാരുണ്ടാക്കുന്ന ബിരിയാണിയെ അപേക്ഷിച്ചിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഈ ബിരിയാണി തയ്യാറാക്കുന്നത്. മസാല ഉണ്ടാക്കുന്നതാണെങ്കിലും ചോറുണ്ടാക്കുന്ന രീതിയാണെങ്കിലും ഒക്കെ വ്യത്യാസമാണ്. അതുപോലെ ഈ ബിരിയാണി സെർവ് ചെയ്യുന്ന രീതിയും വളരെ വ്യത്യസ്തം തന്നെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം പെരുന്നാളൊക്കെ വരാൻ പോവാണ്. ഈ പെരുന്നാളിന് നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒരു മനാലി ബിരിയാണി ഉണ്ടാക്കി നോക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. ചിക്കൻ കഴുകിയെടുക്കുമ്പോൾ 1 ടേബിൾ സ്പൂണ് വിനാഗിരിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടും. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് 1 ലെമണിൻ്റെ ജ്യൂസ് കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലോട്ട് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുഴച്ച് നോക്കിയിട്ട് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് 1 മണിക്കൂർ നേരം അടച്ചു വെക്കണം. ഈ ചിക്കൻ നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അടച്ചു വെക്കുന്നത്. ഒരു മണിക്കൂറിന് ശേഷം ചിക്കൻ ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പിലോട്ട് മാറ്റാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. 100% കുക്കാക്കി എടുക്കേണ്ട. ഒരു 1/4 ഭാഗം വരെ കുക്കായി വരുമ്പോൾ നമുക്കിത് വെള്ളത്തിൽ നിന്നും കോരിയെടുക്കണം. ഈ വെള്ളം മുഴുവനായിട്ടും വറ്റുന്നത് വരെ നിൽക്കരുത്. ഏകദേശം ഒരു 1/4 ഭാഗം വേവാകുമ്പോൾ ചിക്കൻ മാറ്റിയിട്ട് ഈ വെള്ളം നമുക്ക് മാറ്റി വെക്കാം. അത് നമുക്ക് ആവശ്യമുള്ളതാണ്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു പാനിലോട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന ടൈമിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ബിരിയാണി തയ്യാറാക്കിയെടുക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. അതിനുശേഷം ഇരുവശവും നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കണം. ഇനി ഞാൻ വേറൊരു കടായി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇതിലോട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തതിൻ്റെ ബാക്കി ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഓയിൽ ചൂടായി വരുന്ന ടൈമിൽ 2 വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 പേർക്കുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ മസാല തയ്യാറാക്കിയെടുക്കുമ്പോൾ അതിൻ്റെ അളവിനനുസരിച്ചിട്ട് സവാളയുടെ അളവ് കൂട്ടി കൊടുക്കുക. നിങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ സവാള കൂടുതലായിട്ട് എടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലോട്ട് നമുക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി രണ്ടും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നമ്മൾ കണ്ണൂരുകാരുണ്ടാക്കുന്ന ബിരിയാണിയുടെ മസാല പോലെയല്ല, വ്യത്യസ്തമായ രീതിയിലാണ് ഈ മസാല തയ്യാറാക്കിയെടുക്കുന്നത്. സവാള ഇപ്പോൾ ഏകദേശം ഒരു 1/4 ഭാഗം വരെ വഴന്നു വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 3 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. അതിന് മുമ്പായിട്ട് ഞാൻ ഇതിലോട്ട് 2 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട്. ഇതിലോട്ട് കൂടുതലായിട്ട്
മുളക് പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് സോഫ്റ്റായി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്കിത് 2 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അടച്ചു വെക്കുമ്പോൾ ഇടയ്ക്കിടെ തുറന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്, ഇല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിച്ചു പോകും. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് വഴറ്റിയെടുത്താൽ മതി. സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തക്കാളിയൊക്കെ ഒന്ന് ഇതുപോലെ ഉടച്ചു കൊടുക്കുക. 1 മിനിറ്റ് കൂടി നമുക്കിത് അടച്ചു വെക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്ന ടൈമിൽ നമുക്ക് ഇതിലോട്ട് കുറച്ച് ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ വരെ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഞാൻ ഇതിലോട്ട് ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ചതിൻ്റെ സ്റ്റോക്ക് മാറ്റി വെച്ചിരുന്നല്ലോ, അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നന്നായിട്ട് മുളക് പൊടി ഉള്ളത് കൊണ്ടാണ് ഞാൻ 1/2 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഈ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. ഇതിലോട്ടൊരു 1/4 കപ്പ് കൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 2 മിനിറ്റ് ഇതുപോലെ തിളച്ച് ഒന്ന് കുറുകി വരുന്ന ടൈമിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഈ ചിക്കനും മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 2 മിനിറ്റ് കൂടി ഇത് അടച്ചു വെക്കണം. നമ്മൾ കണ്ണൂരുകാർ മസാല തയ്യാറാക്കുന്ന ടൈമിൽ ചില്ലി പൗഡർ ഒട്ടും തന്നെ ചേർക്കാറില്ല. അതുപോലെ മല്ലിപ്പൊടിയും കുറച്ച് മാത്രമാണ് ചേർക്കുന്നത്. നമ്മൾ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകാണ് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. എന്നാൽ ഈ മാനാലി ബിരിയാണിയിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയാണ് കൂടുതലായിട്ട് ചേർക്കുന്നത്. ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂണ് ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം 1-2 ടേബിൾ സ്പൂൺ മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് അടച്ചിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കിയെടുക്കാം. റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചൂടായ കടായിലോട്ട് 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കണം. ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഓയിൽ ചൂടാകുന്ന ടൈമിൽ ഒരു മീഡിയം സൈസിലുള്ള സവാള വളരെ തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഒരു 5-6 കാഷ്യൂ നട്ട്സും കുറച്ച് റൈസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, നിർബന്ധമില്ല. എല്ലാം കൂടി നന്നായിട്ടൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്ക് ഓയിലിൽ നിന്നും കോരി മാറ്റണം. ഇനി സെയിം പാത്രത്തിലോട്ട് ഒരു സവാളയുടെ പകുതി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് 3 ഏലക്കായ ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു തക്കോലം, 3 ചെറിയ കഷ്ണം കറുവപ്പട്ട, ഒരു 4-5 ഗ്രാമ്പൂ, 1 ടീസ്പൂൺ പെരുജീരകം ഇതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. 2 കപ്പ് റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം എന്ന നിലക്ക് ഒഴിച്ചു കൊടുക്കണം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്. ജീരകശാല റൈസ് വേണമെങ്കിലും എടുക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്ന ടൈമിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. റൈസിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത്.
നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീരെടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു 1/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതുകൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വെരി ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കണം. ഫ്ലെയിം കൂട്ടി കൊടുക്കരുത്, അപ്പോൾ അടിക്ക് പിടിച്ചു പോവും. അപ്പോൾ നമുക്കിത് അടച്ചു വെക്കാം. ഒരു 2-3 മിനിറ്റ് ഉണ്ടാകുമ്പോൾ തന്നെ നമുക്കിത് കുക്കായി കിട്ടും. അടച്ചു വെക്കുമ്പോൾ ഇടയ്ക്കൊക്കെ തുറന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ മാനാലി ബിരിയാണി തയ്യാറാക്കുന്ന ടൈമിൽ ബസ്മതി റൈസ് സാധാരണയായിട്ട് യൂസ് ചെയ്യാറില്ല. ഇനി നിങ്ങളുടെ കയ്യിൽ ബസ്മതി റൈസ് ആണെങ്കിൽ അത് തന്നെ എടുത്തിട്ട് ഉണ്ടാക്കി നോക്കുക. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി നമുക്ക് 1 മിനിറ്റ് കൂടി അടച്ചു വെക്കണം. അപ്പോഴേക്കും ഇത് നന്നായിട്ട് കുക്കായി വരും. കണ്ടല്ലോ, റൈസിനിപ്പോൾ നല്ലൊരു കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ മഞ്ഞൾപ്പൊടി ഒഴിച്ചു കൊടുത്തത് കൊണ്ടാണ് നല്ലൊരു കളറ് കിട്ടിയിരിക്കുന്നത്. ഇതിവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ദം ചെയ്തെടുക്കുന്ന പരിപാടിയില്ല. നമ്മൾ കണ്ണൂരുകാർ ചെയ്യുന്നത് പോലെ മസാലയും റൈസും ഒന്നിപ്പിക്കലില്ല. ഇത് സെർവ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഒരു ബൗളിലോട്ട് അല്പം കാഷ്യൂ നട്ട്സും റൈസിൻസും ഒനിയനും അതുപോലെ കുറച്ച് ക്യാരറ്റ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് റൈസ് ഇട്ട് കൊടുക്കാം. ഇത് പല രീതിയിലും സെർവ് ചെയ്തെടുക്കാറുണ്ട്, പക്ഷേ ഇത് ദം ചെയ്തെടുക്കാറില്ല. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ചിക്കൻ്റെ മസാല വെച്ച് കൊടുക്കണം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ സെർവ് ചെയ്യുന്ന പ്ലേറ്റിലോട്ട് ഇത് കമിഴ്ത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് സാധാരണയായിട്ട് ഹോട്ടലിൽ നിന്നൊക്കെ ബിരിയാണി വാങ്ങിക്കുമ്പോൾ ഇതുപോലെയാണ് കിട്ടുന്നത്. പിന്നെ വേറൊരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ റൈസ് മാത്രം നമ്മൾ പ്ലേറ്റിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡിലായിട്ട് ചിക്കൻ്റെ മസാല വെച്ച് കൊടുക്കുക. ഇങ്ങനെ 2 രീതിയിൽ നമ്മളിത് സെർവ് ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പെരുന്നാളിന് നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ലൊരു ടേസ്റ്റാണ്. ഇത് ദം ചെയ്തെടുത്തില്ല എന്ന് വെച്ചിട്ട് ടേസ്റ്റിന് ഒരു കുറവുമില്ല. കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മൾ റൈസിൽ കുറേ സ്പൈസസ് ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. കൂട്ടുകാർക്കും ഫാമിലിക്കും ഈ ബിരിയാണി റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അവർ കൂടി ഉണ്ടാക്കട്ടെ. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്